ആജ്ഞ രവീന്ദ്രൻ ഉള്ളത് കേസരി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പറവൂർ. അവിടെ നമുക്കറിയാം പ്രതിപക്ഷ നേതാവിൻ്റെ ബൂത്ത് കൂടിയാണ്. അദ്ദേഹം രാവിലെ 7 മണിക്ക് തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനുശേഷമാകും മറ്റ് മണ്ഡലങ്ങളിലും മറ്റും അദ്ദേഹത്തിന് പോകേണ്ടി വരും. ആജ്ഞ നമുക്കറിയാം 10-25 വർഷമായി പ്രതിപക്ഷ നേതാവ് ജയിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് അവിടെ രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ നിരയുണ്ടോ? അദ്ദേഹം 7 മണിക്ക് എത്തുമോ? മറ്റു വിവരങ്ങളും സ്വാഭാവികമായി വാർത്താ ലേഖകരെ മാധ്യമപ്രവർത്തകരെ അദ്ദേഹം കാണുകയും ചെയ്യും. അദ്ദേഹത്തിന് ഇന്നും പറയാൻ പല കാര്യങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും രാജ്യത്ത് 7 മണിക്കാണ് അദ്ദേഹം വോട്ട് ചെയ്യാൻ ഇവിടെ എത്തുക എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതുവരെ എന്തായാലും എത്തിയിട്ടില്ല. ഈ ബൂത്തിൽ, അതായത് പോളിംഗ് ബൂത്തിൽ അതിൻ്റെ ആദ്യഘട്ട ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അതായത് 50 വോട്ടുകൾ ചെയ്തു നോക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ പറഞ്ഞതുപോലെ വിവിപാറ്റ് യന്ത്രം തയ്യാറാക്കുക. അതിനുള്ള ക്രമീകരണങ്ങൾ ഒക്കെ ഇപ്പോൾ ബൂത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ നിരയൊന്നും ഇവിടെ നിലവിലില്ല. എന്തായാലും എറണാകുളം ജില്ലയെ മൊത്തത്തിൽ കേന്ദ്രീകരിച്ച് തന്നെ പറയുമ്പോൾ തന്നെയും പറവൂർ ആണ് പ്രതിപക്ഷ നേതാവിൻ്റെ ബൂത്ത്. കേസരി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആണ്. ഈ ജില്ലയിലാകെ 25,03,842 വോട്ടർമാരാണ് ഉള്ളത്. ഇതിൽ സ്ത്രീ വോട്ടർമാർക്കും പുരുഷ വോട്ടർമാർക്കും പിന്നാലെ 27 ട്രാൻസ്ജെൻഡർ വോട്ടേഴ്സുമുണ്ട്. അതുമാത്രമല്ല കളമശ്ശേരി മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത്. അതുപോലെ ഏറ്റവും കുറവ് വോട്ടർമാർ എറണാകുളം നിയോജക മണ്ഡലത്തിലുമാണുള്ളത്. ജില്ലയിൽ 3148 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. എല്ലാ ബൂത്തുകളും വെബ്കാസ്റ്റിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകൾ നിയന്ത്രിക്കുന്ന 14 ബൂത്തുകളാണുള്ളത്. പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിൽ കൂടുതൽ സ്ത്രീ ശാക്തീകരണം മുന്നിട്ടുകൊണ്ട് തന്നെ ഓരോ മണ്ഡലത്തിലും ഓരോ ബൂത്തുകൾ സ്ത്രീകൾ നിയന്ത്രിക്കുന്ന, പൂർണ്ണമായും സ്ത്രീകൾ നിയന്ത്രിക്കുന്ന ബൂത്തുകൾ എന്നുള്ള നിലയിൽ 14 മണ്ഡലങ്ങളിലും ഓരോ ബൂത്തുകൾ എന്നുള്ള നിലയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഭിന്നശേഷിക്കാർ നിയന്ത്രിക്കുന്ന 2 ബൂത്തുകളാണ് ഉള്ളത്. അതുപോലെ ഈ സ്ത്രീ ശാക്തീകരണ ബൂത്തുകൾ പ്രിസൈഡിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും സ്ത്രീകളായിരിക്കും. അതുപോലെ ഭിന്നശേഷിക്കാർ നിയന്ത്രിക്കുന്ന 2 ബൂത്തുകളാണ് ഇവിടെ ഉള്ളത്. എന്തായാലും നിലവിൽ പറവൂര് വോട്ട് ക്രമീകരണങ്ങൾ ആകുന്നതേ ഉള്ളൂ. അതുമാത്രമല്ല ഒരാളാണ് ഇപ്പോൾ നിലവിലെത്തിയിട്ടുള്ളത്. നമുക്ക് വോട്ട് രേഖപ്പെടുത്താൻ അദ്ദേഹത്തോട് ചോദിക്കാം. സർ, വോട്ട് ചെയ്യാൻ എത്തിയതാണ് രാവിലെ എല്ലാ ദിവസവും നേരത്തെ തന്നെ ആദ്യം തന്നെ എത്താറുണ്ടോ? ഫസ്റ്റ് വോട്ട്. എന്താണ് പേര്? വിജയൻ. എല്ലാ പ്രാവശ്യവും താങ്കൾ തന്നെയാണ് ആദ്യം വോട്ട് ചെയ്യാറ്? അതെ. കുറച്ച് കഴിയുമായിരിക്കും അല്ലേ ഇവിടെ ഒരു വലിയ ക്യൂ ആവാൻ? അല്ല, അത് കുറച്ച് ടൈം എടുക്കും. ഒരു 7:30 ശേഷം ഉണ്ടാവും. അത് കഴിഞ്ഞ് 9 o'clock വരെ ഉണ്ടാവും. അതിന് പിന്നെ കുറച്ച് ലാഗിങ് ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ 2 മണി വരും. 2-2:30 വരെ തുടങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും രഞ്ജിത ഒരാളാണ് നിലവിൽ ഇപ്പോൾ ഈ ബൂത്തിൽ എത്തിയിട്ടുള്ളത്. എന്തായാലും അല്പം കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ നേരത്തെ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ 11 മണി വരെ ആയിരിക്കും ഒരു പക്ഷേ വലിയൊരു തിരക്ക് നമ്മൾ ബൂത്തിൽ പ്രതീക്ഷിച്ചാൽ മതിയെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഒരു പക്ഷേ വൈകുന്നേരത്തെ ഒരു 3 മണിക്ക് ശേഷമായിരിക്കും വലിയൊരു തിരക്കുണ്ടാവുക. അതിനിടയിൽ വോട്ടേഴ്സ് വന്നു പോകുകയും ചെയ്യും, വോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യും. ആ ഒരു സാഹചര്യത്തിൽ നിലവിൽ നമ്മൾ ഇപ്പോൾ വോട്ടിംഗ് സജ്ജീകരണങ്ങൾ, അതായത് ആദ്യഘട്ടത്തിൽ വോട്ടിംഗ് മെഷീനുകളൊക്കെ പരിശോധിക്കുന്നുണ്ട്. പരിശോധന കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തുടർ ക്രമീകരണങ്ങളിലേക്ക് 50 വോട്ടുകളാണ് ചെയ്ത് നോക്കുക. അതിനുശേഷം ആയിരിക്കുകയാണ്. ചൂടിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അതൊക്കെ അവഗണിച്ചുകൊണ്ട് വോട്ടർമാർ നിരനിരയായി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റുമുള്ളത്. അതനുസരിച്ചുള്ള ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഫേസ്ബുക്കിൽ പോലും മെസ്സേജുകൾ നമുക്കെല്ലാം പേഴ്സണലി വരുന്നുണ്ട്. ഇന്ന് വോട്ടിംഗ് ദിവസമാണ്, എല്ലാവരും വോട്ട് ചെയ്യണം, അതിൻ്റെ ക്രമീകരണങ്ങളും മറ്റും ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഇതൊക്കെയാണ് കേരളമെമ്പാടുമുള്ള തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. കാസർഗോഡ് വോട്ടർമാരെ പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന പരാതിയുമായി LDF രംഗത്ത് വന്നു. നായന്മാർ മൂലയിൽ UDF സ്ഥാനാർത്ഥി കല്ലട മാഹിൻ ഹാജിയുടെ സഹോദരങ്ങളെ കഴിഞ്ഞ രാത്രി LDF പ്രവർത്തകർ തടഞ്ഞു. ഷെരീഫ് കല്ലട, അഷ്റഫ് കല്ലട എന്നിവരെയാണ് തടഞ്ഞത്. പണം നൽകാൻ വീട്ടിലെത്തിയപ്പോഴാണ് തടഞ്ഞതെന്നാണ് LDFന്റെ ആരോപണം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.